ശരിക്കും ഈ പിണറായി വിജയനുമായിട്ടുള്ള ശത്രുത ഇങ്ങനെ തുടർന്ന് പോകേണ്ട ഒന്നാണോ, നമുക്ക് ഏതെങ്കിലും രീതിയിൽ അവസാനിപ്പിക്കാൻ കഴിയുന്നതാണോ? അത് മാത്രമല്ല, താങ്കൾ കഴിഞ്ഞ ദിവസം എടുത്ത തീരുമാനത്തെ പിണറായി പുകഴ്ത്തുകയാണ് ചെയ്തത്. നല്ല തീരുമാനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിണറായി വിജയന്റെ അഭിപ്രായത്തിൽ ഞാൻ 100% നെഞ്ചിലേറ്റുന്നു. അല്ല, അങ്ങനെയുണ്ടല്ലോ. അത് അദ്ദേഹം പറഞ്ഞതുകൊണ്ട്, പിണറായി വിജയൻ പറഞ്ഞതുകൊണ്ട് അത് ശരിയല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. ഒരു യാഥാർത്ഥ്യമാണ് അദ്ദേഹം പറഞ്ഞത്. ആ യാഥാർത്ഥ്യം എനിക്ക് ബാധിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കത് സീരിയസ് ആയി എനിക്കത് എഫക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും എനിക്ക് നല്ല ഒരു പ്രോത്സാഹനമാണ് പിണറായിയുടെ കയ്യിൽ നിന്ന് കിട്ടിയത് എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മളിപ്പോൾ സംസാരിക്കാറൊന്നുമില്ല, പക്ഷേ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. കണ്ണൂരിൽ കെ സുധാകരൻ വേറെ സ്ഥാനാർത്ഥികളുടെ പേര് പറയുന്നു, ആ പേര് അംഗീകാരം കിട്ടിയില്ല എന്ന് പറയുന്നു. അങ്ങനെ പേരുകൾ പറയുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഞാൻ വേറൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ വേറൊന്നും പറഞ്ഞിട്ടില്ല. റിജിൽ മാക്കുറ്റിയുടെ പേര് പറഞ്ഞു എന്നൊക്കെയാണ്. ഇല്ല, റിജിൽ മാക്കുറ്റിയെ ഒന്ന് പ്രൊജക്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു എനിക്ക്. അതിനുവേണ്ടി ഞാൻ ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്, പക്ഷെ അതിന് സാധിച്ചിട്ടില്ല. അവരത് കേൾക്കാത്തോണ്ടാണോ? അല്ല, അവര് കേൾക്കാത്തോണ്ടല്ല, അതിനകത്ത് സാന്ദർഭികമായി അവിടെ ചാൻസ് കുറവായിരുന്നു. KPCC പ്രസിഡന്റ് പദവിയിൽ നിന്ന് മാറ്റുമ്പോൾ താങ്കൾക്ക് ഏതെങ്കിലും രീതിയിൽ ഓഫർ ഉണ്ടായിരുന്നു? അതായത് ഈ കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൽ മത്സരിപ്പിക്കാം എന്നത്, അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഓഫർ ഉണ്ടായിട്ടില്ല. പക്ഷെ അത് മാറ്റുമ്പോൾ ഓഫറൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അതിന് ശേഷം അത് ഒരു ഓഫറൊക്കെ തന്നിരുന്നു. അത് എന്താ വേണ്ടത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പാലിച്ചില്ല. സീനിയർ നേതാക്കന്മാരൊക്കെ ഉണ്ടായിട്ട് അതിനുള്ളൊരു പരിഹാരം ഉണ്ടാകിയില്ല. പിന്നെ അതിന്റെ മേലെ പറഞ്ഞ് തെറ്റിപ്പോകുന്നതിന് എനിക്ക് താല്പര്യവുമില്ല. അത് ഞാനത് ബോയ്ക്കോട്ട് ചെയ്തിട്ടൊക്കെയാണ് പോകേണ്ടത്. അതൊക്കെ വലിയ വാർത്തയാവും. അതിനോട് എനിക്ക് താല്പര്യമില്ല. കെ സുധാകരന് പാർട്ടിക്കകത്ത് ശത്രുക്കളുണ്ടോ? പാർട്ടിക്കകത്തൊന്നും എനിക്ക് അറിയപ്പെടുന്ന ശത്രുക്കളൊന്നും എനിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും എത്രമാത്രം വിജയ സാധ്യതയുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന്? UDF അധികാരത്തിൽ വരാനുള്ള സാധ്യതകളാണ് ഞാൻ കാണുന്നത്. കാരണം എന്താ വെച്ചാൽ എല്ലാവരുടെയും നമുക്ക് ഭയങ്കര ജനങ്ങളാണ്. എനിക്ക് അത്ഭുതമായി പോയി. ഞാനിപ്പോ 4-5 പൊതുയോഗത്തിൽ പ്രസംഗിച്ചു. 4-5 പൊതുയോഗത്തിലും 10,000-കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത്. ആ ഘടകം ഉണ്ടായിട്ട് പോലും നമുക്കിത് ഓവർകം ചെയ്ത് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതിൽ ആണ് നമുക്ക് ദുഃഖം. ഈ സാഹചര്യം മുതലെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണോ? അതാണ് സത്യം. ചില നേതാക്കന്മാരിൽ അതിനകത്തൊരു എന്താ പറയാ, ഒരു ക്രോസ് വേ ഉണ്ട്. അതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് പിന്നെ അതിന്റെ മേലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നമുക്ക് പറ്റൂല. സ്വന്തം നേതാക്കന്മാര് തന്നെ അതിനോടൊരു വിഘടിതമായ ഒരു ശബ്ദം, വിഘടിതമായ ഒരു സ്റ്റാൻഡും അവരെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം താങ്കൾ കൊടുത്തൊരു അഭിമുഖത്തിൽ ഭരണ തുടർച്ച ഉണ്ടാകില്ല എന്ന് പറയാനാവില്ല എന്ന് പറഞ്ഞു എന്നും അതൊരു വലിയ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. അല്ല, ഭരണ തുടർച്ച ആവില്ല എന്ന് പറയുന്നത് ഭരണ തുടർച്ച ആവാതിരിക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടല്ലോ. ആ തീരുമാനത്തിനനുസൃതമായി നമുക്ക് അതിന്റെ മേലെ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. അത് നേതാക്കന്മാർ പറയണം. നേതാക്കന്മാർ പറഞ്ഞാൽ അത് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാം. ഇപ്പം TO മോഹനെ സ്ഥാനാർത്ഥിയാക്കുന്നു. TO മോഹന്റെ പ്രചരണത്തിന് പോയി, ചന്ദ്രൻ തില്ലങ്കേരിയുടെ പ്രകടനത്തിന് പോയി. സണ്ണി ജോസഫിന്റെ മണ്ഡലത്തിൽ പോകണ്ടേ? സണ്ണി മണ്ഡലത്തിൽ പോകണം. അതിന് എപ്പോഴും ദിവസം പോകാം. ഞാനും സണ്ണി മക്കീലും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് വളരെ വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു ബന്ധമാണ്. അദ്ദേഹം പ്രസിഡന്റ് ആവുന്നതിന് മുമ്പും അദ്ദേഹവുമായി ഞാനുമായി നല്ല ബന്ധമാണ്. താങ്കൾ BJP-യിലേക്ക് പോകുന്നു എന്ന രീതിയിൽ വലിയ പ്രചരണങ്ങൾ നടന്നു. BJP-യുടെ ദേശീയ തലത്തിലുള്ള നേതാക്കന്മാരുൾപ്പെടെ സമീപിച്ചു എന്ന് പറയുന്നു. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? അത് എൻ്റെ വേറെ ആരെങ്കിലും പോകുമായിരിക്കും. ഞാൻ പോകില്ല. ഞാനെവിടെയും പോകുന്നില്ല. എൻ്റെ അച്ഛൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അത് വളർന്ന് വന്നയാളാണ്. അത് എന്നെ കണ്ടു വളർത്തിയതാണ്. അത് ഞാൻ കുട്ടിപ്രായം മുതൽ ഞാൻ കോൺഗ്രസ് ആണ്. ഞാൻ 9 വയസ്സിൽ ഞാൻ എൻ്റെ പ്രായത്തിലുള്ള ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചിട്ട് ഞാൻ പ്രകടനം നടത്തിയ ആളാണ്. അങ്ങ് തെക്കൊരു ദേശത്ത് അലമാലകളുടെ തീരത്ത് ഫ്ലോറി എന്നൊരു ഗർഭിണിയെ ചുട്ടുകരിച്ചൊരു ഘാതകരെ ഇക്കൊടിയാണ് കട്ടായം, ഈ പിള്ളേരൊന്ന് വളർന്നോട്ടെ, പകരം നമ്മൾ ചോദിക്കും എന്ന് പ്രകടനം നടത്തിയ ഒരാളാണ് ഞാൻ. എന്നോട് ആരും ഒരു നേതാവും എന്നെ കണ്ട് സംസാരിച്ചിട്ടില്ല. അതൊക്കെ ശുദ്ധാസംബന്ധമാണ്. ഒന്ന് അന്നെടുക്ക വന്നിങ്ങനെ പറയാൻ അത്ര ഗഡ്സുള്ളവനൊന്നും BJP-യിലൊന്നും ഇല്ല. ഞാൻ ഒരിക്കലും പോകണമെന്ന് ഉദ്ദേശിച്ചിട്ടുമില്ല. അങ്ങനത്തെ ഒരു ലക്ഷ്യവും എനിക്കില്ല. കേരളത്തിൽ 15 മണ്ഡലങ്ങളിൽ സമാന്തരമായി മത്സരിക്കുന്നൊക്കെ പറഞ്ഞു വാർത്ത വന്നു. അതെങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. വാർത്ത വന്നത് എങ്ങനെയാണെന്ന്. ഞാൻ എന്നെ പോലത്തെ ഒരാൾക്ക് 15 മണ്ഡലത്തിൽ മത്സരിക്കുന്നതുകൊണ്ട് എന്തുണ്ടാക്കാൻ പറ്റും?
ഒന്നും ഉണ്ടാക്കാൻ പറ്റൂല. അത് എൻ്റെ ഒരു അറിവിൽ വന്ന ഒരു വാർത്തയല്ല കേട്ടോ. താങ്കളുടെ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഷാഫി പറമ്പിൽ, അതേപോലെ പിന്നെ രമേശ് ചെന്നിത്തല, MK രാഘവൻ ഇവരൊക്കെ വന്ന് താങ്കളോട് എന്തോ കോംപ്രമൈസ് ചെയ്യണം എന്നൊക്കെ ആവശ്യപ്പെട്ടു. താങ്കൾ എന്നോട് സഹകരിക്കണമെന്ന് പറഞ്ഞിരുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട, നമുക്കത് പറഞ്ഞു തീർക്കാം. എന്നാലും രമേശ് ചെന്നിത്തലയും ഷാഫി പറമ്പിലും അതുപോലെ നമ്മുടെ ജനറൽ സെക്രട്ടറി കോഴിക്കോട് ജയന്തും ഒക്കെ പറഞ്ഞിരുന്നു. ഇതുമായിട്ട് കൺഫ്രണ്ട് ചെയ്യണ്ട എന്നുള്ളത് പറഞ്ഞിരുന്നു.